ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ GK പാർട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, പോലീസ് കോൺസ്റ്റബിൾ, ഡ്രൈവർ. അപ്പോൾ ഇനി 2 എക്സാമിനേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, പോലീസ് കോൺസ്റ്റബിൾ. അപ്പോൾ ഇതിനു വേണ്ടി ഒരു റിവിഷൻ എന്ന നിലയിൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. 2. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1887. 3. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. ഏതാണ്? മാവോ സേതുങ്ങിന് ശേഷം ഗുവോഫുങ് ചൈനയിൽ അധികാരത്തിൽ വന്നു. 4. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം. 5. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 1, 4. ഏതൊക്കെയാണ്? നാഗ്പൂർ സമ്മേളനം, നിസ്സഹരണ പ്രസ്ഥാനം, സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, വിഭജനം. 6. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. 7. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി? ആൻസർ ഓപ്ഷൻ ബി ഭൂഗർഭ ജലം. 8. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി കാനഡ. 9. കടുപ്പം കുറഞ്ഞ ധാതു? ആൻസർ ഓപ്ഷൻ ഡി ടാൽക്. 10. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ? ആൻസർ ഓപ്ഷൻ എ സംവഹന വൃഷ്ടി. 11. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ? ആൻസർ ഓപ്ഷൻ സി മാംഗോ ഷവർ. 12. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം? ആൻസർ ഓപ്ഷൻ എ ആദിത്യ L1. 18. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യ. 14. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏതൊക്കെയാണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. 15. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം? ആൻസർ ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. 16. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ ഫിലിപ്പൈൻസ്. 17. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം? ആൻസർ ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 18. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ആൻസർ ഓപ്ഷൻ എ 38. 19. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് ഏവ? ആൻസർ ഓപ്ഷൻ ബി 4. ഏതാണ് തെറ്റ്? ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു, അതാണ് തെറ്റ്. 20. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി 1, 2, 3, 4. അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. എന്തൊക്കെയാണ്? OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്.
ഭരണഘടനയുടെ രണ്ടാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. 21. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്, നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ആൻസർ ഓപ്ഷൻ സി. 3. ജസ്റ്റിസ് ഹിദായത്തുള്ള. 22. മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 3, 4. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം ശരിയാണ്. ഏതൊക്കെയാ? നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതുതൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. 23. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ എ. നിർദ്ദേശക തത്വങ്ങൾ, അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ, റഷ്യ, അവശിഷ്ടാധികാരങ്ങൾ, കാനഡ, ഭരണഘടനാ ഭേദഗതി, ദക്ഷിണാഫ്രിക്ക. 24. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി. ഉപരാഷ്ട്രപതി. ഏതൊക്കെയാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന യോഗ്യതകൾ? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. 25. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. അത് എഴുതിയത് ഹംഫ്രി ബെർക്കലിയാണ്. ദ പവർ ഓഫ് പ്രൈം മിനിസ്റ്റർ എഴുതിയത് ഹംഫ്രി ബെർക്കലി. നിയമങ്ങളുടെ അന്തസത്ത, സ്പിരിറ്റ് ഓഫ് ലോസ്, അത് എഴുതിയത് മോണ്ടസ്ക്യൂ ആണ്. ഇന്ത്യ 2020 എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് എഴുതിയത് ഇന്ദിരാഗാന്ധി. ഇതാണ് ശരിയായിട്ടുള്ള ഓർഡർ. 26. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ അഥവാ ജോഡികൾ ഏവ? ആൻസർ ഓപ്ഷൻ സി. 2. PK തുങ്കൻ കമ്മിറ്റി 1990. അതാണ് തെറ്റായിട്ടുള്ളത്. 27. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 3. ഏതൊക്കെയാ? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 28. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ അല്ലെങ്കിൽ ഏത്? ആൻസർ ഓപ്ഷൻ ബി. 2. 10ാം പട്ടിക. 29. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി. അഭയകിരണം പദ്ധതി, വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം പദ്ധതി, വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം പദ്ധതി, മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി പദ്ധതി, PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. 30. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി. 4. കേരളത്തിലെ
ADGP മനോജ് കുമാർ IPS ആണ്. അപ്പൊ ഇപ്പോഴത്തെ ADGP ആരാണ്? മഹിപാൽ യാദവ്. മഹിപാൽ യാദവ് ആണ്. മഹിപാൽ യാദവ്. മഹിപാൽ യാദവ് ആണ് ഇപ്പോഴത്തെ ADGP. 31. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. 32. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം ഏത്? ആൻസർ ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ്. 33. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, 3 മാത്രം. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ. 34. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പാറ്റാപൗറ്റിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ആൻസർ ഓപ്ഷൻ എ, വൈദ്യശാസ്ത്രം. 35. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി, മലേറിയ, പ്രോട്ടോസോവ, ടൈഫോയിഡ്, ബാക്ടീരിയ, അസ്കാരിയാസിസ്, വിരകൾ, ജലദോഷം, വൈറസ്. 36. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ, മിഠായി. 37. കൊറോണ വൈറസിന്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഒമിക്രോൺ. 38ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 39 നോക്കാം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം? ആൻസർ ഓപ്ഷൻ സി, ഘർഷണ ബലം. 40. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം? ആൻസർ ഓപ്ഷൻ ബി, സമവർത്തുള്ള ചലനം. 41. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ക്വാണ്ടം മെക്കാനിക്സ്. 2024 ഫിസിക്സിന്റെ നൊബേൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും. ആരൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡൺ. രണ്ടുപേർക്കാണ് ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സിന്റെ നൊബേൽ സമ്മാനം 2024 ലഭിച്ചത്. ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ. 42. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസ സമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. CH4 + 2O2 CO2 + 2H2O. ആൻസർ ഓപ്ഷൻ സി, 55 ഗ്രാം. 43. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, BCl3. 44. X ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xഉം Yഉം ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി, XY2. 45. ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 തെറ്റും 2 ശരിയുമാണ്. 46. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ, അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. 47. ഹൈമവധഭൂമിൽ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ സി, MD വീരേന്ദ്രകുമാർ. 48. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്?
ആൻസർ ഓപ്ഷൻ ഡി വയനാട്. 49. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ. 50. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? ആൻസർ ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ 22/24. 1. ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. 2. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ? ആൻസർ ഓപ്ഷൻ ബി അവധ്. 3. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനം അല്ലെങ്കിൽ തീരുമാനങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 3 മാത്രം. ഏതാണ്? നിസ്സഹകരണ സമരം ആരംഭിക്കുക. 4. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? ആൻസർ ഓപ്ഷൻ എ വാഗൺ ട്രാജഡി. 5. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. ഏതൊക്കെയാ? കുടിയരശ്, ഇ.വി. രാമസ്വാമി നായ്ക്കർ, വിവേക വർധിനി, വീരേശലിംഗം, ഗുലാംഗിരി, ജ്യോതിറാവു ഫുലെ. 6. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ സി 2, 4, 1, 3. ആദ്യം നടന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അത് കഴിഞ്ഞ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. അടുത്ത ക്വസ്റ്റ്യൻ 7. വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്സ് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആസാം. 8. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി 4 ഉപഗ്രഹം. 9. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ എ മഹാനദി. 10. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയായി മാത്രം കൃഷി ചെയ്യുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ബാർലി പയറുവർഗം. 11. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശമേത്? ആൻസർ ഓപ്ഷൻ ബി പശ്ചിമഘട്ടം. 12. തിബായി മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ ബംഗ്ലാദേശ്. 13. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ആരാണ് ഇപ്പോഴത്തെ ഗവർണർ? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. സഞ്ജയ് മൽഹോത്ര. അടുത്ത ക്വസ്റ്റ്യൻ 14. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3. എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ്. ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. 15. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഉജ്ജീവനം പദ്ധതി. 16. ഗോൾഡൻ റെവല്യൂഷൻ അഥവാ സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ഹോർട്ടികൾച്ചർ. 17. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ. 18. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ PC മഹലനോബിസ്. 19.
ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ എ 109. 20 താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. ഏതൊക്കെയാണ്? മായം ചേർക്കലും തൊഴിലും, അത് രണ്ടുമാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 21 താഴെ കൊടുത്തിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല? ആൻസർ ഓപ്ഷൻ ബി 2 വോട്ടർ പട്ടിക തയ്യാറാക്കുക. 22 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ആൻസർ ഓപ്ഷൻ എ 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. 23 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്? ആൻസർ ഓപ്ഷൻ സി പി.കെ. തുങ്കൻ കമ്മിറ്റി. 24 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, കുവാറണ്ടോ, സെർഷ്യൂററി. 25 താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 2, 4. ഏതൊക്കെയാണ്? അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, പരിസ്ഥിതി സംരക്ഷണം. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം. അപ്പോൾ ഇത് രണ്ടുമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. 26 സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി? ആൻസർ ഓപ്ഷൻ ബി 44. 27 ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്? ആൻസർ ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 5. 28 കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം? ആൻസർ ഓപ്ഷൻ ബി 2022-27. 29 താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി 4 കുടുംബശ്രീ. കുടുംബശ്രീയാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. 30 കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം? ആൻസർ ഓപ്ഷൻ എ 243 ഐയും 243 വൈയും. 31 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ്? ആൻസർ ഓപ്ഷൻ എ 22 രൂപ. അപ്പം കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ വേതനം എത്ര രൂപയാണ്? 369 രൂപയാണ് നിലവിൽ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി. 32 പട്ടിക 1 ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 4, 5, 1, 3. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ. സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സ്. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർ. ഇതാണ് ഇതിന്റെ ഓർഡർ. 33 അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി മലേറിയ. 34 താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. 35 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 2, 4, 5.
എന്താണ് ബെർബറി എന്ന് പറയുന്നത്? തയാമിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശീവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. 36. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി, UAE. അപ്പോൾ 2024 COP29, അതായത് കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP29 നടന്നത് എവിടെ വെച്ചാണ്? അസർബൈജാനിൽ വെച്ചാണ് നടന്നത്. അസർബൈജാനിലെ ബാക്കു ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. എവിടെ വെച്ചാണ്? അസർബൈജാനിലെ ബാക്കു ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് 2024 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP29 നടന്നത്. 37. T ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏത്? ആൻസർ ഓപ്ഷൻ ബി, തൈമസ് ഗ്രന്ഥി. 38. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും തുല്യമായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി, -40 ഡിഗ്രി. 38. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറത്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ സി, പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. 40. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്നും ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ, ആവൃത്തി. 41. ചന്ദ്രയാൻ 3 റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ആൻസർ ഓപ്ഷൻ ഡി, എയും സിയും, ഓക്സിജനും സൾഫറും. 42. അക്വാ റീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ്? ആൻസർ ഓപ്ഷൻ സി, HCl HNO3. 43. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷ് ആണ്? ആൻസർ ഓപ്ഷൻ ബി, Na2CO3 10H2O. 44. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം? ആൻസർ ഓപ്ഷൻ ബി, അലൂമിനിയം. 45. ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, ജോൺ ഡാൾട്ടൺ. 46. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി, വങ്കായി മാതായി. 47. ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ആൻസർ ഓപ്ഷൻ ഡി, AJ ക്രോണിൻ. 48. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? ആൻസർ ഓപ്ഷൻ ഡി, കാസർഗോഡ്. 49. സൂക്ഷിച്ചു നോക്കൂ, കവിതയല്ലാതെന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, P കുഞ്ഞിരാമൻ നായർ. 50. 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, എബ്രഹാം വർഗീസ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാമിനേഷൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് 39 2024. 1. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല? ആൻസർ ഓപ്ഷൻ എ, വിശ്വഭാരതി സർവകലാശാല. 2. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, TE വാസുദേവൻ. 3. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഹാമിൽട്ടൺ. 4. ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ആൻസർ ഓപ്ഷൻ ഡി, 107. 5. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, BVR സുബ്രഹ്മണ്യൻ. 6. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 7. തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് ആണ് തെറ്റായിട്ടുള്ളത്. 8.
ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. 1, 3. ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. 9. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ആൻസർ ഓപ്ഷൻ ബി. ഹീരാലാൽ സമരിയ. 10. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ആൻസർ ഓപ്ഷൻ എ. ലിപ്പു ലേക്ക്. 11. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 1, 3 ശരി. ഏതൊക്കെയാണ്? അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശം, സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. 12. ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 1:10 ലക്ഷം. 13. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. റാബി. 14. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ആൻസർ ഓപ്ഷൻ സി. ഇടമലക്കുടി. 15. പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 4 മാത്രം. ഏതാണ്? ഭൂപരിഷ്കരണം. 16. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. 17. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. ഛോട്ടാ നാഗ്പൂർ. 18. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. റിസർവ് ബാങ്ക്. 19. സപ്തർഷി എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി. 2023-24 യൂണിയൻ ബജറ്റ്. 20. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി. 2, 4 മാത്രം. ഏതൊക്കെയാ? 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. 21. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. 1, 2, 3 മാത്രം. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലർ എന്ന പദം ചേർത്തു. ഇത് 3മാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ യോജിക്കുന്ന പ്രസ്താവന. 22. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി. ഭാഗം 2. 23. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളാണ്? ആൻസർ ഓപ്ഷൻ സി. ആർട്ടിക്കിൾ 32. 24. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. 1, 2, 4 മാത്രം. ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3
കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. ഇതാണ് പഞ്ചായത്ത് രാജ് നിയമവുമായി യോജിക്കുന്ന പ്രസ്താവനകൾ. 25 താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, നീതി ആയോഗ്. 26 ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര്? ആൻസർ ഓപ്ഷൻ സി, നാരി ശക്തി വന്ദൻ അധിനിയം. 27 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി, ഗവർണർ. 28 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുഖ്യമന്ത്രി. 29 മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, സ്നേഹപൂർവം. 30 താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഏതൊക്കെയാണ്? കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. 31 കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ലൈസോസോം. 32 ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി, സ്പെക്ട്രം. 33 ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, കർണാടക. 34 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലീ രോഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. ഫാറ്റി ലിവർ, പ്രമേഹം, ഹീമോഫീലിയ. ആൻസർ ഓപ്ഷൻ സി, 1, 2. ഏതൊക്കെയാണ്? ഫാറ്റി ലിവറും പ്രമേഹവും. 35 കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി, 2, 3 ശരി. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. 36 ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരി. പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. 37 ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ, എല്ലാം ശരി. ഏതൊക്കെയാ? 2023 ജൂലൈ 14 സതീഷ് ധാവൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. 38 എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരിയഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, 3ാം പീരിയഡ് 1ാം ഗ്രൂപ്പ്. 39 വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 2, 3 ശരി. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതലായിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തികത സ്വഭാവമുള്ളതായതിനാൽ ഊർജനഷ്ടം സംഭവിക്കുന്നില്ല. 40
2023 രസതന്ത്ര നൊബേൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും. ഇപ്പൊ 2024 നൊബേൽ പുരസ്കാരം, കെമിസ്ട്രിയുടെ നൊബേൽ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഡെന്നിസ് ഹസബിസ്, ജോൺ ജമ്പർ, ഡേവിഡ് ബേക്കർ. ആരൊക്കെയാ? ഡെന്നിസ് ഹസബിസ്, ജോൺ ജമ്പർ, ഡേവിഡ് ബേക്കർ. അപ്പൊ ഡേവിഡ് ബേക്കറിനാണ് നോബൽ പ്രൈസിന്റെ പകുതി തുക ലഭിക്കുന്നത്. ഡേവിഡ് ബേക്കർ. ഡേവിഡ് ബേക്കറിനാണ് നോബൽ പ്രൈസിന്റെ, ഈ കെമിസ്ട്രി നോബൽ പ്രൈസിന്റെ പകുതി തുക ലഭിക്കുന്നത്. ബാക്കി പകുതി ഡെന്നിസ് ഹസബിസും ജോൺ ജമ്പറും കൂടെ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് എന്ത് കണ്ടെത്തിയതിനാണ് നോബൽ പ്രൈസ് ലഭിച്ചത്? കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ പ്രോട്ടീൻ ഡിസൈൻ സാധ്യമാക്കുകയും എയുടെ സാധ്യത ഉപയോഗിച്ച് പ്രോട്ടീൻ ഘടനകൾ പ്രവചിക്കാനുള്ള വിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ അതിനാണ് അവർക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത്. കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഇവിടെ നോക്കാം. 51, ക്രിമിനൽ ബാധ്യതയിൽ നിന്നും ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 7 വർഷത്തിൽ താഴെ. 52, സ്വമേധയാ ഉള്ള ലഹരി. ആൻസർ ഓപ്ഷൻ സി, ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴികഴിവില്ല. 53, IPCയുടെ 97-ാം വകുപ്പ് സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, മോഷണവും കവർച്ചയും. 54, 16 വയസ്സിന് താഴെയുള്ള അവിവാഹിതയായ പെൺകുട്ടിയെ പിതാവിന്റെ സമ്മതമില്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല. 55, ഏത് കേസുകളിലാണ് വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക? ആൻസർ ഓപ്ഷൻ ഡി, 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. 56, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഡാഷ് വർഷങ്ങളിൽ കൂടുതലുള്ള തടവോ ആയ ഒരു കുറ്റമായി ബന്ധപ്പെട്ടതാണ് വാറണ്ട് കേസ്. ആൻസർ ഓപ്ഷൻ ബി, 2. 57-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 58 നോക്കാം. തെളിവ് നിയമത്തിലെ വകുപ്പ് 32(4) പ്രകാരം പ്രഖ്യാപനത്തിൽ എന്താണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ്. 59, തെളിവ് നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം, ആൻസർ ഓപ്ഷൻ സി, പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. 60, 2011 കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്താനുള്ള സാഹചര്യം. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞ എല്ലാം. ഏതൊക്കെയാ? ലഹരിക്കടിമപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, പോലീസിനെയോ അഗ്നിശമന സേനയെയോ മറ്റ് അവശ്യ സേവനത്തെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം തെറ്റായ പ്രചരണങ്ങൾ നടത്തിയാൽ, 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ നൽകുകയോ വിൽക്കുകയോ ചെയ്താൽ. 61, കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ സി, കമ്മിറ്റിക്ക് പോലീസിന്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും. 62, കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയല്ല. ഏത് സാഹചര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുക, നിയമപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനായി ആവശ്യമില്ലാതെ ബലപ്രയോഗമോ ഭീഷണിയോ പാടില്ല, കുറ്റകൃത്യങ്ങളുടെ ഇരകളോട് പ്രത്യേക അനുഭാവം പ്രകടിപ്പിക്കുകയും സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുകയും വേണം. 63, പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും.
64ാമത്തെ ക്യാൻസൽ ആണ്. അടുത്ത് നോക്കാം. 65 കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. 66 മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. ആൻസർ ഓപ്ഷൻ ബി വകുപ്പ് 66. 67 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ സി പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. 68 വിവരാവകാശ നിയമത്തിന്റെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ആൻസർ ഓപ്ഷൻ എ പ്രസ്താവന ശരിയാണ്. 69 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിന്റെ സെക്ഷൻ 25 എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചതിനുള്ള ശിക്ഷ. 70 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന്റെ ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിന്റെ സെക്ഷൻ 31. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്.